പ്രിയ സുഹൃത്തുക്കളെ, ആനുകാലിക സംഭവങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന ചോദ്യം, അതിനൊരു ഉത്തരം കാണാതെ വിഷമിക്കുന്ന സാഹചര്യം നിലവിലില്ലേ എന്ന് പരിശോധിച്ച് നോക്കുകയും, എന്തൊരിടപാടാണ് ചോദ്യപേപ്പർ ചോർച്ച. എത്ര ആയിരക്കണക്കിന് കുട്ടികളെ ഭാവി തൊലച്ചില്ലേ, ഇതുവരെ ആത്മഹത്യ ചെയ്തില്ലേ? നിസ്സാര കാര്യമാണോ അത്? പണം ഉണ്ടാക്കാൻ വേണ്ടി ഈ വഴിക്ക് പോകണമായിരുന്നു, വേറെ എന്തെല്ലാം വഴികളുണ്ട്. കോടികൾ ഉണ്ടാക്കാൻ പോയ പോക്കാണതേ. എന്നിട്ട് അതിനെതിരെ അതിശക്തമായ രീതിയിൽ പ്രതികരിച്ച ആ കൊച്ചു വിദ്യാർത്ഥി സമൂഹത്തെക്കുറിച്ച് എന്താ ചിലരൊക്കെ പറഞ്ഞു വെച്ച്. ഞാനായിരുന്നു വെടിവെച്ച് കൊല്ലുമായിരുന്നു, എൻ്റെ ശവം എടുത്ത് ആശുപത്രി കൊടുക്കുമായിരുന്നു, ബലാത്സംഗത്തിന് ഇഷ്ടമുള്ള പെണ്ണുങ്ങൾ അവിടെ വന്നിരുന്നു. ഇത് അപഹാസ്യമായിട്ട് ഇങ്ങനെയൊക്കെ പറയുക എന്ന് പറയുമ്പോൾ 9 ദിവസം കഴിഞ്ഞപ്പോൾ അയാളുടെ നടപടി എടുത്തെന്ന് പറയാം. നടപടിയിലൊന്നും ഒരു കാര്യമില്ല. അവരെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ ഒരു കാര്യമില്ല. അറസ്റ്റ് ചെയ്തപോലെ തന്നെ വിട്ടയക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ ഈ നടക്കുന്ന ഈ സമൂഹത്തിൽ കലരുന്നതായിട്ടുള്ള ഇങ്ങനെയുള്ള ചിന്താഗതികളാണ് നമ്മുടെ ചിന്താ വിഷയമായിരിക്കുന്നത്. മാറ്റം വരുത്തേണ്ട ഉള്ളിൽ നിന്നാണ്. അല്ല, നടപടിക്രമങ്ങൾ കൊണ്ട് ഇവർക്കാർക്കും ഒരു മാറ്റം വരാൻ പോകുന്നില്ല. കേസിൽ നൂലൻ ആർക്കും പറ്റും. അത് കണ്ട് ഗമയായിട്ട് പോകും. കണ്ടില്ലേ, അന്നായിരുന്നു വലിയ ഭയങ്കര ആൾക്കൂട്ടം, ഗെയ് വിളിയായി, മറ്റായി മറിച്ചതായി എന്ന് പറയും. അത് കഴിഞ്ഞപ്പം പിന്നെ പുറത്ത് വരികയല്ലേ, ഇപ്പോൾ പെട്ടെന്ന് അതിന് ഇതും കിട്ടും. ഞാനിത് പറയുമ്പോൾ ജാമ്യം കിട്ടിയിട്ടില്ല, ജാമ്യം കിട്ടി, അതിന് വലിയ സ്വീകരണമായിരുന്നു. എന്തായാലും ശരി, എങ്ങോട്ടാണ് ഈ പോക്ക്? അതിനേക്കാൾ ഭയങ്കരമായ ഒരു ചിന്ത, ഈ അടുത്ത കാലത്ത് വരെയൊക്കെ എല്ലാ മേലധ്യക്ഷന്മാർ കാര്യമായിട്ട് പൊക്കി പിടിച്ചു കൊണ്ടു നടന്ന സമാരാധനായ ഒരു മനുഷ്യൻ, നല്ല വിജ്ഞാനിയാൾ, കോൺഗ്രസ് ഭരണ കാലത്താണെങ്കിൽ ഒന്ന് പോയി യൂണിവേഴ്സിറ്റി ചാൻസലറായിരുന്ന ആൾ, വലിയ പ്രധാനപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ ആ ചെയർമാനായിരുന്നു. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ എന്താ മറ്റൊരു പാർട്ടിക്ക് ഒരു വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ട് അതിൻ്റെ പേരിൽ വർഗീയ വിദ്വേഷം തീർത്തുന്ന വാക്കുകളൊക്കെ എന്ത് ഭയങ്കര, നേരെ ക്രിസ്തീയ സമൂഹത്തിലേക്ക് എതിരായ ഈ മനുഷ്യൻ്റെ അതെല്ലാം പുറപ്പെട്ട് കാണുമ്പോൾ പല വേദികളും, 1-2 വേദികളിലൊക്കെ അതിൻ്റെ കൂടെ സംസാരിക്കാൻ സ്റ്റേജിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ പറയാം. അദ്ദേഹത്തോടൊപ്പം ഒരു സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന് ഭക്ഷണം കഴിച്ചൊരു ഹോട്ടലിൽ പോയി ഞാനും ഭക്ഷണം കഴിച്ചപ്പോൾ, ഇത്രയും ഒരു വലിയ മനുഷ്യൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ കിട്ടിയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നതാണ്. ഓർത്ത് നോക്കുക. ഇപ്പോൾ ഓർക്കുമ്പോൾ ആ മനുഷ്യനെ സംബന്ധിച്ച് ഇതുപോലെ അധപ്പതിക്കാനുണ്ടോ മനുഷ്യൻ? എന്ത് നേട്ടം കിട്ടാനാണ് റിട്ടയർ ചെയ്യേണ്ടത്തെ കാലഘട്ടം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചെറിയ സംഭവങ്ങളൊക്കെ. 22,000 ജെസ്യൂട്ട്സിനോടാണ് വിരോധം വരും. 22,000 അടിമകളെ വിറ്റുന്ന എന്ത് മനുഷ്യ! ആ കാലഘട്ടത്തിൻ്റെ വ്യവസ്ഥിതിയെക്കുറിച്ച് വല്ലതും അറിയാമോ? ഈ അടിമ വ്യവസ്ഥ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും നിലനിന്നിരുന്ന, പണ്ട് തൊട്ട് നിലനിന്നിരുന്ന. ഈ പറഞ്ഞ പല മിഷണറിമാർ അടിമകളെ കാശ് കൊടുത്ത് മേടിച്ച് സ്വതന്ത്രമാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ. സ്വന്തം കയ്യിൽ പണം കൊടുത്ത് അടിമയെ സ്വതന്ത്രമായി. ഈ അടിമകൾ ഇവിടെ ചെയ്തിരുന്നത് എന്താണെന്ന് അറിയാമോ? ഇതറിയാൻ മേലാത്ത, വിജ്ഞാനമില്ലാത്ത ആളൊന്നുമല്ല. ഇതിപ്പോൾ എന്തെങ്കിലും തരത്തിൽ വിദ്യാഭ്യാസ സമൂഹത്തിനെതിരെ തിരിച്ചുവിടുക ഭയങ്കരമായിട്ടും. ജെസ്യൂട്ട് സഭയ്ക്ക് ആരായി ഈശോ സഭ എന്ന് പറയുന്നത് എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്ന മനുഷ്യൻ? ലോകത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടോ? എന്തെങ്കിലും ശാസ്ത്രജ്ഞന്മാർ അവരിൽ ഉണ്ടായി? എന്തൊരു കർക്കശമായ ഒരു ഇഗ്നേഷ്യൻ ലയോള പട്ടാളക്കാരനായിരുന്നു തന്നെ. അദ്ദേഹത്തിനൊന്ന് ദൈവ ദർശനം അനുസരിച്ച് രൂപം കൊടുത്ത ഒരു ഇങ്ങനെ പോലെ തന്നെ ഒരു പ്രൊഫസറായിരുന്നു, യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു ഫ്രാൻസിസ് സേവർ എന്ന് പറയുന്ന ആൾ. മനുഷ്യ ലോകം മുഴുവൻ നേടിയ ആത്മാവേശ ഫലമെന്ന ഒറ്റ വചനത്തിൽ മാനസാന്തരപ്പെട്ട മനുഷ്യ, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാ നശിച്ചാൽ ഫലമെന്ത്? അവിടുന്ന് ഇറങ്ങി തിരിച്ചതാണ് ഈ വന്നിരിക്കുന്ന ഈ ഫ്രാൻസിസ് സേവ്യർ എന്ന് പറയാൻ ശബരിയാർ ഉദ്യാനങ്ങളൊക്കെ പറയുന്നത്. ഗോവയിൽ ചെന്നിങ്ങനെ പറഞ്ഞു നോക്കി, ആലോചിച്ച് നോക്കി, അല്ല പോകുമോ? എന്തെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത്, വളരെ സങ്കടം തോന്നുന്നു. ഇപ്പോൾ ജെസ്യൂട്ട്സിനെതിരായിട്ട് പറയുക തന്നെ, അതിനേക്കാൾ ഉപരിയായിട്ട് കാരിത്താസിൻ്റെ കുറിച്ച് പറയാം, അത് ഭയങ്കരമായിരിക്കും. ആലോചിച്ച് ഞാൻ കേട്ടിരുന്നു, ഞാൻ അടങ്ങിപ്പോയി. കാരിത്താസ് ഇന്ത്യ എന്ന് പറയുന്നത് എന്തുമാത്രം സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന പ്രസ്ഥാനമാണ്. ലോകമെങ്ങാനുമുള്ള കാരിത്താസ് പ്രവർത്തനങ്ങൾ ശൃംഖലയുടെ ഒരു ഭാഗമായതേ, സാമൂഹ്യ നന്മയായത്. അത് മുഴുവൻ മതപരിവർത്തനത്താണ് തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. കാരിത്താസ് ഇന്ത്യക്ക് വരുന്ന എന്തൊരു ബില്യൺ കണക്കുള്ള കടത്തിൻ്റെ കാര്യം പറഞ്ഞു ഇൻ്റർവ്യൂ നടത്തുന്ന ആൾ അതിലപ്പുറം. അത് കേട്ടപ്പോൾ കേരളത്തിൻ്റെ ബഡ്ജറ്റിനേക്കാളും വലിയ തുകയാണല്ലോ എന്ന് പറയുന്നത്. സപ്പോർട്ട് വേണം. എന്ത് ഒരുമാതിരി കാര്യങ്ങൾ പഠിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആ മനുഷ്യൻ. ഇവരുടെ അകത്തൊക്കെ ഈ വിഷം കയറി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ ഉപദ്രവിക്കുകയല്ലേ ഭയങ്കര. സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള വലിയ ഉന്നതമായ സ്ഥാനങ്ങൾ ഗുരുക്കന്മാരൊക്കെ ചെയ്യേണ്ടത് സമാധാനത്തിൻ്റെ ചിന്തയല്ലേ കൊടുക്കേണ്ടത്? എന്ത് നേടാനായിട്ടാണ്? ഏതെങ്കിലും ഒരു പാർട്ടി ഇങ്ങനെ അടക്കി ഭരിക്കാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരു കാലം നടക്കില്ല. ഇന്ത്യ പോലുള്ള രാജ്യത്ത് വൈവിധ്യങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഈ വൈവിധ്യങ്ങൾ ഇല്ലാതാക്കി പോകാൻ ആകെ ഭരിച്ച് ഇപ്പം തന്നെ തുടങ്ങിയിട്ടുള്ള സംഗതികൾ. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നുമില്ല. ലോകരാഷ്ട്രങ്ങളുടെ ചരിത്രം അറിയാവുന്നവരല്ലേ നമ്മൾ.
അങ്ങനെ വരുമ്പോൾ നന്മ പ്രചരിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരെല്ലാം അംഗീകരിക്കത്തക്ക രീതിയിൽ വേണ്ട ഇങ്ങനെ വലിയ ഗുരുക്കന്മാരിൽ നിന്നൊക്കെ നല്ല വാക്കുകൾ പുറപ്പെടാനായിട്ട് വസ്തുവിൽ അത് കണ്ട് സങ്കടം കൊണ്ടാണ്, സത്യം പറയാൻ ഭയങ്കരമായ സങ്കടം കൊണ്ടാണ് ഈ ഈ വീഡിയോ ചെയ്യാനിടയായത്. അദ്ദേഹം പറഞ്ഞു വെച്ചില്ലേ കാരിത്താസ് ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായം, എൻ്റെ ദൈവമേ എന്തുമാത്രം നന്മ ഈ പ്രസ്ഥാനത്ത് ലോകത്തിലുണ്ടായിക്കൊണ്ടിരിക്കും. അതെല്ലാം മതപരിവർത്തനത്താണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഈ ഇത്രയധികം കോടികൾ ബില്യൺ കോടികൾ വന്നുകൊണ്ടിരിക്കുന്ന പറയാം എൻ്റെ സഹോദര, ഇവിടെയുള്ള ഹൈന്ദവ സംഘടനകൾക്കും ആൾദൈവങ്ങൾക്കും വരുന്നതിൻ്റെ പകുതി പോലും ഇല്ല. അതേക്കുറിച്ചൊന്നും മിണ്ടത്തില്ല, അതൊന്നും മിണ്ടത്തില്ല. അതെങ്ങനെ അതിന് കണക്കും വേണ്ട, കാര്യങ്ങളൊന്നും വേണ്ട, കാരണം അത് ഹൈന്ദവമാണല്ലോ, മറ്റുള്ളതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ധാരണ ഇനി വിശ്വാസ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ കേട്ട് കഴിയുമ്പം അങ്ങ് വിചാരിക്കും ഇങ്ങനെ പറയുന്ന ആൾക്കാർ കൂട്ടത്തിൽ കൂടി പറയുന്നതുകൊണ്ട് അയ്യോ നന്നായി FCR വരും, നന്നായി എന്നായി കഴിഞ്ഞാൽ മെത്താന്മാർ കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ നടക്കേണ്ടി വരും. എൻ്റെ പൊന്ന് ഒരു മെത്താനും ഈ 10 പൈസ കൊണ്ട് ഒരു കാര്യവും ഈ പറയുന്ന ഉരുക്ക ഈ പറയുന്ന വലിയ ഉരുവിനൊക്കെ അറിയാവുന്നതാണ് മെത്താന്മാരുടെ ജീവിതം എന്താണ്, അവർ ഈ പണം കൊണ്ട് എന്നാ ചെയ്യുന്നു. അവർ സംവിധാനത്തിന് മുകളിലിരിക്കുന്ന അവർക്ക് ആശീർവാദം കൊടുക്കുന്നല്ല അപ്പുറത്തോട്ട് അവരാരും വലിയ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പ്രവർത്തികൾ എന്നൊക്കെ പറയുന്നത് പണം ഉണ്ടാക്കുന്ന ഇടപാടേ അല്ല. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇങ്ങനെയുള്ള കാര്യങ്ങളെ വെച്ച് വിശ്വാസികളുടെ കൂട്ടത്തിൽ കൂടിക്കൊണ്ട് അയ്യോ അത് അങ്ങനെയാണോ ഇങ്ങനെയാണ് ഇങ്ങനെ മനുഷ്യനെ തെറ്റിദ്ധാരണ വരുത്തിക്കൊണ്ട് വിഭജനം സൃഷ്ടിക്കാനുള്ള വളരെ ബുദ്ധിപൂർവമായ ഇടപെടൽ ഇതൊരു ദേശീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളൊക്കെ കാണുക, അല്ലാതെ ഒരു വ്യക്തിയിൽ നിന്ന് വരുന്നതല്ല. ദേശീയ അജണ്ടയുടെ ഭാഗവും ചിലപ്പോൾ ചില ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു തത്രപ്പാടുമായിട്ട് കാണാം. ഈ പ്രായത്തിൽ ഇനി അത് വേണോ സഹോദരൻ? എന്തുമാത്രം നന്മ കിട്ടിയ ഒരു ജീവിതമായിരുന്നു. ഇനി എന്തിനാ മറ്റുള്ളവരെയൊക്കെ ഇതുപോലെ ചവിട്ടി താത്തിട്ട് തലയ്ക്ക് മുകളിൽ കയറി നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ആലോചിക്കൂ. ഈ പറയുന്ന ആളിനെ കുറിച്ച് ഈ പറയുന്ന ഈ സാറിന് നന്നായിട്ട് അറിയാവുന്നതാണ്, നന്നായിട്ട് അറിയാവുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ദുഃഖം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് കാരിത്താസ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹ്യ വികസനം, അതായത് ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക സാമൂഹ്യ വികസന വിഭാഗം, അല്ലാതെ മതപരിവർത്തനത്തിനുള്ളത് നല്ലത്. എന്ത് പറഞ്ഞാലും മതപരിവർത്തനം സാമൂഹ്യ വികസനത്തിലുള്ള ഒരു വലിയ ഒരു സംഘടിതമായ സംഗതിയാണ്. അപ്പോൾ 1962 സ്ഥാപിക്കും. സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട് പ്രകാരം ആക്ട് 21 1760 അതനുസരിച്ച് പഞ്ചാബ് അമെൻമെൻറ്റ് ആക്ട് 1957 അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഔദ്യോഗിക പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ കാരിത്താസ് ഇന്ത്യ എന്ന് പറയും. അല്ലെ, ആരും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ കത്തോലിക്ക മെത്രാൻ സമിതി പ്രസ്ഥാനം CBCI എന്ന് പറയാം, കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ. അതിനകത്ത് ലാറ്റിനുണ്ട്, അതുപോലെ തന്നെ മലങ്കരയുണ്ട്, അതിനകത്ത് മലബാറുണ്ട്, എല്ലാം കൂടെ ചേർന്ന് വന്ന ഒരു പ്രസ്ഥാനമാണ് CBCI. ഇപ്പോൾ ഇവരുടെ ഈ കാരിത്താസിൻ്റെ പ്രമേയം തന്നെ ലവ് ഇൻ ആക്ഷൻ എന്ന, സ്നേഹം പ്രവൃത്തികളിലൂടെ. ഇതെന്തുണ്ട് 162-ലധികം അംഗസംഘടനകൾ, ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ മനുഷ്യ സേവന ശൃംഖലയാണ്. 162 അംഗങ്ങളുണ്ട്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ശൃംഖലയാണ്. അതായത് അതിൻ്റെ ദൗത്യവും ലക്ഷ്യം എന്ന് പറയുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെ സ്നേഹം, സമത്വം, സമാധാനം, സുവിശേഷ മൂല്യങ്ങളാണ്. യൂറോപ്യൻ അന്വേഷണം വന്നുള്ള മൂല്യങ്ങളൊക്കെ സമത്വം, സ്വാതന്ത്ര്യം, സഹോദരൊക്കെ വന്ന സുവിശേഷങ്ങളാണെന്ന കാര്യം അറിയാമോ അദ്ദേഹത്തിന്? അപ്പോൾ അടിസ്ഥാനമായിട്ടിരിക്കുന്ന അതൊക്കെ തന്നെയാണ് അതിന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നീതിയുക്തവും സുസ്ഥിരവുമായ സാമൂഹിക ക്രമം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. ഇതിനകത്ത് പോകുന്ന ഈശോ സഭ വൈദികരുണ്ട്, അല്ലാത്തവരും ഒക്കെ ഉണ്ട് ഇതിനകത്ത് നേതൃത്വം. ഒരിക്കൽ ചങ്ങനാശ്ശേരി അതിലൂടെ പ്രകടന വൈദികൻ അതിൻ്റെ ഇന്ത്യയിലെ അതിൻ്റെ ഡയറക്ടറായിരുന്ന കാര്യം ഓർക്കുകയാണ്. അതായത് കാലാശ്ശേരിയിലെ അച്ഛൻ SP കോളേജ് പ്രിൻസിപ്പലായിരുന്ന ഇയാൾ. അപ്പോൾ ദാരിദ്ര്യവും മനുഷ്യാവകാശ നിഷേധവും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് വരിക. അതുകൊണ്ട് ദാരിദ്ര്യ ഉച്ചാരണത്തിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം പരിശ്രമിക്കുന്ന പ്രസ്ഥാനം. അതുകൊണ്ട് സ്റ്റാൻസാമി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് പറയാൻ എളുപ്പമുണ്ടോ, മാവോയിസ്റ്റ ഒരു ജെസ്യൂട്ട് പൈരിയൻ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച പാവങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അവിടെ വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല. അങ്ങനെ വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞ് ചോദ്യം ചെയ്യും. അവിടെ അദാനി അംബാനികൾക്ക് പറഞ്ഞാൽ കുഴിച്ച് ഖനനം ചെയ്യാൻ പറ്റില്ല, കാരണം അവരുടെ ഭൂമിയാണ്. അവരുടെ ഭൂമി അവരുടേതാണ്. ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ചടിക്കും. അതുകൊണ്ട് അവരിൽ മാറ്റം വരുത്താനുള്ള ശ്രമങ്ങൾ ഇല്ലാണ്ടാക്കണം. വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല, അതല്ലേ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് വേണ്ടത് അതല്ലേ? വിദ്യാഭ്യാസം കൊടുക്കുന്നതല്ലേ ഈ പറയാം, അല്ല മതപരിവർത്തനമൊന്നും അല്ലല്ലോ. മതപരിവർത്തനം എല്ലാവർക്കും അറിയാം എന്താ നടക്കുന്നത്, ആരും പറഞ്ഞിട്ടുണ്ടാകുന്ന ഒന്നും അല്ലല്ലോ. ആണെങ്കിൽ എത്രയോ വലിയ ആൾക്കാർ, സുപ്രീം കോടതി ജസ്റ്റിസ്, അവരെങ്ങനെ ക്രിസ്തുവിൻ്റെ ആളായിട്ട് മാറിയത്? ഞാൻ അവസാന ദിവസത്തെ യാത്രയിനോട് പ്രസംഗം എന്നാ, ഇറ്റ് ഈസ് ജീസസ് ഹു സേവ്ഡ് മീ എന്നാ പറയും. അപ്പം ഞാൻ പറയുന്നില്ല പേരൊക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന സംഗതി. അതുപോലെ എത്ര പേരും, ഹമാസിൻ്റെ സ്വന്തം മകൾ, അവൾ എങ്ങനെയായി ക്രിസ്തുവിനെ എങ്ങനെയായി? അത് മതപരിവർത്തനം എന്ന് പറയുന്നതൊന്നും ആരും പോയി അടിച്ചേൽപ്പിക്കുന്നതല്ല. ഹൃദയത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്ന അനുരണനത്തിലൂടെ ആത്മാവിൻ്റെ വിളിയാണ്.
അതാ മനസ്സിലാക്കണം. അതുകൊണ്ട് ദാരിദ്ര്യവും നിഷേധവും ഒക്കെ ഇവ പ്രധാനപ്പെട്ട കാര്യമില്ല. അതും കാരിത്താസിൻ്റെ മതപരിവർത്തനത്തിന് വേണ്ടിയാണെന്ന് പറയുന്നെങ്കിൽ അത് ശരി, അത് ഒറ്റയ്ക്കുള്ള സംഘടനയല്ല, ആഗോളമായ ഒരു സംഘടനയാണ്. കാരിത്താസ് ഇന്റർനാഷണൽ എന്നുണ്ട്. അത് വത്തിക്കാൻ ആസ്ഥാനമാക്കിയുള്ള കത്തോലിക്ക സഭയുടെ ആഗോളിക മാനുഷിക വികസന ശൃംഖലയാണ് കാരിത്താസ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ 162-ലധികം നാഷണൽ ഓർഗനൈസേഷൻസ് അതിനകത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഏതാണ്ട് 200ഓളം രാജ്യങ്ങളിൽ അത് പ്രവർത്തിക്കുന്നു. ഒന്നും രണ്ടുമല്ല, 200 രാജ്യങ്ങൾ. അതാണ് ഇന്ത്യയിൽ അതിൻ്റെ ദേശീയ തലത്തിൽ നിൽക്കുന്നതാണ് കാരിത്താസ് ഇന്ത്യ എന്ന് പറഞ്ഞ പോലെ. അതുപോലെ തന്നെ കാരിത്താസ് ബംഗ്ലാദേശ് ഉണ്ട്, കാരിത്താസ് ജർമ്മനി ഉണ്ട്. നമ്മുടെ കാരിത്താസിൻ്റെ എല്ലാ രാജ്യങ്ങളും അതിൻ്റെതായ ശാഖകളുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ 162 സംഘടനകൾ ഓരോന്നും സ്വതന്ത്രവും വ്യക്തിത്വമുള്ള സജീവ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ ചുമതലയും അതിൻ്റെ വൈരൊക്കെയുണ്ട്. ഓരോ രാജ്യങ്ങളിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അതിനനുസൃതമായ രീതിയിൽ മനുഷ്യനെ പൊക്കിയെടുക്കുക എന്നുള്ള മനുഷ്യ ജീവിതം. ആരാണ് വിദ്യാഭ്യാസം കിടന്ന ലോകത്തിന്? ആരാണ് ഇവിടെ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത്? ഇന്ത്യയിൽ എവിടെ നിന്നാണ് യൂണിവേഴ്സിറ്റി ഉണ്ടായത്? ഈ തക്കശീലൊക്കെ നളന്തയൊക്കെ പറയുന്നുണ്ടല്ലോ, വാസുദ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് ആരാ? ഞാൻ അതേക്കുറിച്ചൊന്നും കിടക്കുന്നില്ല. എല്ലാവർക്കും അറിയാവുന്നല്ലോ മിഷണറിമാരാണെന്നുള്ള കാര്യം. സറാംപൂർ യൂണിവേഴ്സിറ്റി എവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന? അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അറിയുകയും ചെയ്യാവുന്ന പണ്ഡിതനായി പറയുന്ന ആളെ ഇതൊക്കെ അറിയാൻ മേലാഞ്ഞിട്ടൊന്നും അല്ല. പിന്നെ എന്തോ ആ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എന്തോ കാര്യം നേടിയ മുകളിൽ ഇരിക്കുന്ന നോട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ടില്ല. ഇതൊക്കെ കേൾക്കുന്നവർക്ക് മനസ്സിലാവും സാറേ, കേൾക്കുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് കാരിത്താസിൻ്റെയൊക്കെ സ്വന്തം നിലയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം, അതിൻ്റെ സ്വയംഭരണ അവകാശമുണ്ട്. അപ്പോൾ അത് 305-ലധികം പദ്ധതികൾ ഇന്ത്യയിൽ, 325-ലധികം പദ്ധതികൾ ഇന്ത്യയിലുണ്ട്. ഓരോന്നിടത്ത് പെട്ടെന്ന് പറയാം. ഒന്നാമത് സംഗതി SIFBIN, സ്മോൾ ഹോൾഡേഴ്സ് അഡാപ്റ്റീവ് ഫാമിംഗ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി നെറ്റ്വർക്ക് എന്ന് പറയും. ദക്ഷിണേഷ്യയിലുള്ള 40,000 ചെറുകിട കർഷകരുടെ ഭക്ഷ്യ പോഷക സുരക്ഷ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് നടക്കുന്ന ഒരു കാർഷിക പദ്ധതിയാണ്. 40,000. മതപരിവർത്തനത്തിനാണോ അത്? വേറെ ആരുണ്ട് ഇതുപോലെ വർക്ക് ചെയ്യുന്ന ഇന്ത്യയിൽ? ആലോചിച്ച് നോക്കുക. ഈ 2.5% വരുന്ന ക്രൈസ്തവം എന്ന് പറയുന്നത് 25% എന്തൊക്കെ കൂടുതൽ ഇവിടെ നന്മ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിനകത്ത് ആത്മാഭിമാനമുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്തിനും തമസ്കരിക്കാൻ നോക്കിയാൽ നടക്കില്ല സാറേ, നടക്കില്ല. ആ കാര്യം മനസ്സിലാക്കാണ്. ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിലാണ് കാരിത്താസ് സംഘടനകളുടെ പിന്തുണയോടെ ഇത് നടപ്പിലാക്കപ്പെടുന്നത്. അവിടെയുള്ള കാരിത്താസ് പലപ്പോൾ അങ്ങോട്ട് സഹായിക്കുന്ന മധ്യപ്രദേശിലെ മണ്ഡല, സാഗർ, വിദിശ മുതലായ ജില്ലകളിലാണ്. ഇപ്പം പ്രധാനമായും മധ്യപ്രദേശ് നമുക്ക് തന്നെ അറിയാം. റാണിമരിയ എന്ന് പറയുന്ന ആ കന്യക അവരെന്താ ചെയ്തത് സഹോദര? മതപരിവർത്തനമാണോ ചെയ്തത്? ഈ സന്യാസിനി എന്താ ചെയ്തത്? നിങ്ങൾ അത് മതപരിവർത്തനം മാറ്റി വയ്ക്കുമായിരിക്കും. ഗൃഹാൻസാനെ ചുട്ടു വന്ന പോലെ ആളിനെ ഇപ്പോൾ ഇറക്കി വിട്ടിട്ടുണ്ടല്ലോ. ഇവരെന്താ ചെയ്തത്? അവിടെ കുഷ്ഠരോഗി ശുശ്രൂഷിക്കുന്നവർ ഇവിടെ എന്താ ചെയ്തത്? ആ സ്ത്രീ സർക്കാർ നൽകുന്ന സൗജന്യമായിട്ടുള്ള ഈ ആദിമ ദളിത് വിഭാഗങ്ങൾക്കുള്ള അവർക്ക് കിട്ടേണ്ടതായ പണം അവർ നേരിട്ട് ചെന്ന് വാങ്ങിച്ച് അവരുടെ കയ്യിൽ എത്തിക്കുന്നു. അപ്പോൾ അതിന് ഇടനിലക്കാർക്ക് പ്രശ്നമുണ്ടായി, ഇവിടെ തട്ടിക്കളയും. അങ്ങനെയല്ലേ 51 കുത്തുകൊണ്ട് ഈ റാണി വരിയ മരിക്കാൻ ഇടയായെന്ന് അറിയാവോ സാറേ? എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാവോ? ഇന്നും ചെന്ന് നോക്ക് മധ്യപ്രദേശിലെ അവിടെ സത്യനാഥ രൂപതയുടെ സെമിനാരിയിൽ പഠിപ്പിക്കാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊരു കഷ്ടമാണ് ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിലെ സാഹചര്യം. സാറേ ഇത് എന്ത് സാഹചര്യം? കേരളത്തിലെ ക്രൈസ്തവ മിഷണറിമാർ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ പോകും അതിൻ്റെ അടുത്ത സാഹചര്യം എന്ന് സാറിനെ പോലുള്ളവർ അറിയാൻ പാടില്ലാത്തൊന്നും അല്ലല്ലോ, മനസ്സിലാക്കാവുന്നതല്ലേ. പണ്ട് അവസാനത്തെ മുഖ്യമന്ത്രിയായ ബംഗാളിൻ്റെ മുഖ്യമന്ത്രി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പേഴ്സണൽ സംസാരിക്കേണ്ട അവസരം കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചത്, നല്ലൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഒക്കെ അറിയാം. ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും 30 വർഷം അവിടെ ഭരിച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ നിങ്ങളെ ഈ മനുഷ്യർ ഇതിനോട് നടക്കുന്ന ജോലി തേടി? ഇപ്പം അദ്ദേഹം എന്നാ പറയുന്നറിയാമോ? അച്ഛാ, യു സെൻഡ് സോ മച്ച് മിഷണറീസ് ടു ബംഗാൾ, വി ഓൾസോ വിൽ ഡെവലപ്പ് ലൈക്ക് യു. ആരാ പറഞ്ഞ? ഒരു ഹിന്ദുവായ കർണാടകയിലാണ് പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ മദർ തെരേസ അങ്ങേര് അപ്പോൾ ബംഗാൾ മുഖ്യമന്ത്രി ജ്യോതി ബാസു എന്ന് പറഞ്ഞാൽ മതപരിവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഒരു ഉളുപ്പ് വേണ്ട. എന്തൊക്കെയാണ് പറയുന്നത്? ഇതൊക്കെ കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാകുന്ന കാര്യം. ഇങ്ങനെ മാന്യമായിട്ട് പറയുമ്പോൾ ഓർക്കണം സാറേ, ഇത് പറയുന്ന കേൾക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, കുറ്റിയുള്ളവർ. അവരാരും ഒച്ച വെക്കാനോ ബഹളം വെക്കാനോ എതിര് പറയാനൊന്നും വരുന്നില്ല. അതുകൊണ്ട് രണ്ടാമത്തെ പ്രസ്താവന ചേതന ക്യാമ്പയിൻ എന്ന് പറയും. ചേതന ഡിസബിലിറ്റി ക്യാമ്പയിൻ, അതായത് കുട്ടികളുടെയും വൈകല്യമുള്ളവരുടെയും ശക്തീകരിക്കാൻ ലക്ഷ്യമിടുന്ന രാജ്യവ്യാപകമായൊരു ക്യാമ്പയിനാണിത് കാരിത്താസ് ഇന്ത്യയുടെ. ഇന്ത്യയുടെ നന്മയായാലും നടക്കുന്നത്. ഇതൊക്കെ വേണ്ടെന്നാണോ പറയും. പിന്നെയുള്ള ആശാകിരണ എന്ന് പറയും, ക്യാൻസർ കെയർ ക്യാമ്പയിൻ. അതായത് ക്യാൻസർ രോഗികളെ പ്രതിരോധത്തിനും പരിചരണത്തിനുമുള്ള ഒരു സമഗ്ര പദ്ധതിയാണത്. ക്യാൻസർ കെയർ. സഭ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അത്ര അടുത്തറിയാവുന്ന ഒരു സഹോദരനായി ഈ പറയുന്ന ഈ മണ്ഡലത്തിലൊക്കെ പറയുകയും എല്ലാം മതപരിവർത്തനമാണെന്ന് പറയും. എൻ്റെ സഹോദര, തിരുവനന്തപുരത്ത് ഞാൻ വിചാരിക്കുന്നു, അവിടെ രൂപീകരിച്ച ഒരു പ്രസ്ഥാനമുണ്ട്, ക്യാൻസർ കെയർ, ലൂർദ് മാതാ ക്യാൻസർ കെയർ ഹോം.
100 പേര് ക്യാൻസർ രോഗികളെ താമസിപ്പിക്കുന്ന സമയത്ത് 4 നില കയറ്റണോ 4 കോടി രൂപ ചെലവഴിച്ചുണ്ടാക്കിയതാണ്. ആരും കേരളത്തിൽ ഏത് ഭാഗത്തു നിന്ന് ക്യാൻസർ രോഗി വന്നാൽ അവിടെ ഫ്രീ ആയിട്ട് താമസിക്കും, ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കും. തൊട്ടടുത്ത പിന്നെ ഹോസ്പിറ്റലിൽ പോയി ക്യാൻസറിൻ്റെ ഹോസ്പിറ്റലിൽ പോയി പോയി ട്രീറ്റ് ചെയ്യും, വളരെ ഫ്രീ ആയിട്ട്. എൻ്റെ സഹോദര അവിടെ വരുന്നതിൽ 95% ഹൈന്ദവ സഹോദരങ്ങളാണ്. ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുക, ഞാൻ ഡയറക്റ്റ് ആയിരുന്നുകൊണ്ടാണ് പറയുന്നത്. ഏത് മതപരിവർത്തനം നടത്തി അവിടെ എത്ര പേരെ ശുശ്രൂഷ ചെയ്യുന്നത്? അതൊന്ന് കണ്ടിട്ട് പോകണമെങ്കിൽ പറയുമോ വല്ലവരും ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് എതിരായിട്ട്. മറ്റൊന്നാണ് കമ്മ്യൂണിറ്റി ലെറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയും. 1945 പദ്ധതികളിലൂടെ 1373 കോടി രൂപ ചെലവഴിച്ച് 6000-ലധികം പാർശ്വവൽക്കരിക്കപ്പെട്ട കുടുംബങ്ങളുടെ വരുമാനം മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയാണ്. കുടുംബ വരുമാനം ഇത് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതല്ല, ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന സംഗതി, എല്ലാവർക്കും വേണ്ടിയിട്ട്. അതുകൊണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തനം എന്തൊക്കെയാണ്? ഏത് പ്രധാനപ്പെട്ട മേഖലകളിലാണ് കാരിറ്റാസ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്? ഒന്ന്, മാനുഷിക സഹായവും ദുരന്ത നിവാരണവും ഒന്നാമത്തേത്. രണ്ടാമത്തെ, കാലാവസ്ഥ അനുകൂല കൃഷിയും ഭക്ഷ്യ പരമാധികാരവും. മൂന്നാമത്തത്, ഉപജീവനം നൈപുണ്യ വികസനവും. സാറേ ഇതൊക്കെ ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ, വേറെ ഏതും തപ്പിക്കൊണ്ട് കാര്യമൊന്നുമില്ല. വേണമെന്ന് വെച്ചാൽ, പഠിക്കണമെന്ന് ആഗ്രഹിച്ച. മനുഷ്യക്കടത്ത് വിരുദ്ധമായ പ്രവർത്തന സുരക്ഷിത കുടിയേറ്റവും. മനുഷ്യക്കടത്തിന് വിരുദ്ധമായ പ്രവർത്തനം, മനുഷ്യക്കടത്ത് പോലും ഞങ്ങളുടെ മേൽ ആരോപിക്കാൻ മാത്രം ഞങ്ങൾക്ക് തയ്യാറാകുന്നുണ്ടല്ലോ. ഇതൊക്കെ അറിയാവുന്നവർക്ക് തന്നെ ഈ നാട്ടിൽ ജീവിച്ചിരിപ്പണമെന്ന് മനസ്സിലാക്കി. ആരോഗ്യവും പോഷകാഹാരവും മറ്റൊന്ന്, ശിശു വികസനം മറ്റൊന്ന്, സമാധാന നിർമ്മാണം. ഇത്രയും മേഖലകളിലുമാണ് കാരിറ്റാസ് ഇന്ത്യ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പ്രവർത്തന വ്യാപ്തി എങ്ങനെയാണ്? 147 ജില്ലകളിൽ ഇന്ത്യയിൽ, 1225 ഗ്രാമങ്ങളിൽ, 1932 ഗ്രാമങ്ങളിൽ 10 ലക്ഷം പേരിലേക്ക് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രവർത്തന പരിപാടികൾ കാരിറ്റാസ് ഇന്ത്യയിൽ. പറഞ്ഞ് മനസ്സിലാക്കാം. കേരളത്തിൽ 3 തലത്തിലാണ്. ഒന്ന്, കേരള സോഷ്യൽ സർവീസ് ഫോറം എന്നാണ്, KSSF സംസ്ഥാനതല ഏകോപന സമിതിയാണ്. ഇപ്പോൾ KCBCയുടെ കമ്മീഷൻ ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ സാമൂഹിക സേവന സൊസൈറ്റികളുടെ പ്രവർത്തനങ്ങളെല്ലാം അത് ഭംഗിയായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുകയാണ്. പ്രാദേശിക സഭയുടെ ഔദ്യോഗിക സ്ഥാപനമാണ് KCBC എന്നൊക്കെ പറഞ്ഞാൽ ഈ സാറിനൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തത്, 32 കത്തോലിക്ക രൂപതകളിലും സോഷ്യൽ സർവീസ് ഡയറക്ടർമാർ ഉൾപ്പെടുന്നതും അൽമായ പ്രതിനിധികൾ ഉൾപ്പെടുന്നതുമായ ഒരു ജനറൽ ബോഡി ഇതിനകത്തുണ്ട്. കാരിറ്റാസിൻ്റെ പദ്ധതികളെല്ലാം ഗ്രാമതലത്തിൽ നടപ്പാക്കുന്ന ഇവരാണ്. അത് ഒറ്റ വ്യക്തിയുടെ ഇടപാടൊന്നുമില്ല. ഇവിടുന്ന് ആരും പണം കെട്ടുകൊണ്ട് പോകാനും പറ്റിയില്ല. വളരെ കറക്റ്റായിട്ട് കണക്കുകൾ കൃത്യമായിട്ട് എഴുതി സൂക്ഷിച്ച് സർക്കാർ നൽകുന്ന ഒരു പ്രസ്ഥാനമായത്. ഇപ്പോൾ FCR വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുമാനം മുഴുവൻ പോയി എന്ന് പറയാൻ ആരും വിലപിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് എന്തുകൊണ്ട് അതിനകത്ത് ഒരു ക്ലോസിനോട് എതിർപ്പ്? എൻ്റെ സാറേ, ഒറ്റ ക്ലോസിനോട് എതിർപ്പ്. അതായത് ഏതെങ്കിലും പ്രസ്ഥാനം ഡെവലപ്പ് ചെയ്യുന്ന ഒരു 5% എങ്കിലും ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നീട് അത് ആരാണ് ഈ ലൈസൻസ് തരുന്നത്, ആരാണ് പുതുക്കുന്നത്? സർക്കാർ തരുന്നത്, സർക്കാർ പുതുക്കും. അത് പുതുക്കാതിരുന്ന കാലഘട്ടം വേണമെങ്കിൽ സർക്കാർ ഏറ്റെടുക്കാവുന്ന ഈ പ്രസ്ഥാനം മുഴുവൻ. ഇതിനോടാണ് എതിർപ്പ്. അല്ലാതെ മറ്റു പറയാൻ ഞങ്ങളുടെ ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക, കണക്ക് കൊടുക്കാൻ കഴിയാഞ്ഞിട്ടാണ്. ചില വേവാക്കുമ്പോൾ രാഷ്ട്രീയം പറഞ്ഞ് കണക്കും കൊടുത്താലൊന്നും, ആരാ കണക്ക് കൊടുക്കാത്തത്? വളരെ കൃത്യമായിട്ട് കണക്കുകൾ അവതരിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് കത്തോലിക്ക സഭയുടെ സംവിധാനമൊക്കെ ഒരു സംശയം അല്ലാത്തതുണ്ടെങ്കിൽ നടപടിയെടുക്കാൻ അവിടെ നിയമമുണ്ടെന്ന്. നടപടിയെടുക്കട്ടെ, ശിക്ഷ കൊടുക്കട്ടെ. അതാ രീതിയിൽ നിൽക്കുന്നത്. അതിന് പകരം സർക്കാർ അത് ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞാൽ അതിനകത്തെ വക്രത മനസ്സിലാക്കാത്തവരല്ല വഴിയുള്ളൂ. ഇപ്പോൾ ഉടനെ ബില്ല് കൊണ്ടുവരാൻ പോവല്ലേ. എൻ്റെ സഹോദര, ഇതും നിലനിൽക്കാൻ പോകുന്നൊന്നുമില്ല ഈ ഭരണമൊന്നും. നാം മനസ്സിലാക്കണേ, തിന്മ ഒരിക്കലും നിലനിൽക്കുകയില്ല. മറ്റൊന്ന്, കാരിറ്റാസ് ഇന്ത്യയുടെ പങ്ക് എവിടെയാണ്? ദേശീയ തലത്തിൽ നിന്ന് ഓരോ ശൃംഖലയ്ക്കും പിന്തുണ കൊടുക്കുന്നതിന് ഫണ്ടിങ് കൊടുക്കുന്നു, സാങ്കേതിക മാർഗനിർദ്ദേശം കൊടുക്കുന്നു. ചൂരമലയിൽ പറഞ്ഞല്ലോ, വലിയ ഭയങ്കര പ്രശ്നമുണ്ടായ ചൂരമല വയനാട്ടിലെ 100 വീടുകൾ ഇത്ര സംഘടിതം പെട്ടെന്ന് KCBC ഇടപെട്ട് 100 വീടുകൾ പണിത് കൊടുത്ത് ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ടല്ലോ. അത് വളരെ കൃത്യമായിട്ട് 6 വളരെ ഭംഗിയായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മതപരിവർത്തനം എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കാം. അതുകൊണ്ട് 174 രൂപകളുണ്ട് സാറേ, 62 ഇന്ത്യയിലെ കത്തോലിക്ക സഭയ്ക്ക് ഈ 62 രൂപകൾ എന്നാണ് പറഞ്ഞത്. അല്ല, 174 രൂപകളുണ്ട്. അപ്പോൾ ആ 124 രൂപകളിൽ അപ്പോൾ 62 ഓർക്കണേ. അതിനകത്ത് 180 അംഗങ്ങൾ, അപ്പോൾ 59 അംഗങ്ങൾ മെത്രാന്മാരായി പറയും. അതാണ് CBCI എന്ന് പറയുന്ന സംഗതി. ഇപ്പോൾ കത്തോലിക്ക സഭയിലെ തന്നെ 4ാമത്തെ ഏറ്റവും വലിയ എപ്പിസ്കോപ്പൽ സമിതിയാണ് CBCI എന്ന് പറയുന്നത്. CBCI ഇന്ത്യയിലെ ബിഷപ്സ് കൗൺസിൽ എന്ന് പറയുന്നത്
ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ ബിഷപ്സ് കോൺഫറൻസാണ്. അതായത് അതിന് 30 പ്രോവിൻസുകളുണ്ട് എന്ന് പറഞ്ഞാൽ ആർച്ച് ബിഷപ്പിൻ്റെ കീഴിലുള്ള പ്രദേശമാണ് പ്രോവിൻസ് എന്ന് പറയും. ചങ്ങനാശ്ശേരി ഒരു പ്രോവിൻസാണ്, അങ്കമാലി ഒരു പ്രോവിൻസാണ്, തൃശ്ശൂർ ഒരു പ്രോവിൻസാണ്. അങ്ങനെ ആ പ്രോവിൻസുകൾ പോലെ തന്നെ ഇങ്ങനെയുള്ള 30ഓളം പ്രോവിൻസുകൾ ഒരു ആർച്ച് ബിഷപ്പിന് കീഴിൽ വോട്ട് കയറിക്കൊണ്ട് പോകുന്നതാണ്. അതുകൊണ്ട് 15,121 ഇടവകകളുമുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തെയാണ് വളരെ ചീപ്പായിട്ട് വന്നിരുന്നുകൊണ്ട് സ്ഥാനത്തിന് മഹിമ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചുമ്മാ വിടുവായിട്ട് തന്നെ പറയുന്ന രീതി ഒട്ടും ശരിയല്ല എന്ന കാര്യം ആത്മാർത്ഥമായിട്ട് ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി സാറിനെ അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്.